നമസ്കാരം, IDC വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ള കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ ഒരു ഷോപ്പിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. അതിന്റെ ഒപ്പം നമ്മളൊരു വ്ലോഗ് ചെയ്തു പോകും. സമക് എന്ന് പറഞ്ഞുള്ളൊരു ഫിഷ് ഐറ്റംസ് മാത്രമുള്ള റെസ്റ്റോറൻറ്റിന്റെ പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടയ്ക്കൽ എത്തിയത്. ഇവരിപ്പോൾ കോട്ടയ്ക്കൽ മാത്രമല്ല, ചാവക്കാട്, പോണ്ടിച്ചേരി ഇവിടെ രണ്ടിടങ്ങളിലും ഇവരുടെ ഷോപ്സ് ഉണ്ട്. ആ ഫോട്ടോഷൂട്ടിന് ഇടയ്ക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വ്ലോഗ് ചെയ്യുന്നത്. ഈ ഫോട്ടോഷൂട്ടിന് എന്നെ പരിചയപ്പെടുത്തിയത് മനു ശ്രീകണ്ഠപുരം എന്ന സംവിധായകരാണ്. കോട്ടയ്ക്കലിലെ മീൻ വിഭവങ്ങളുടെ കലവറയായ സമക് റെസ്റ്റോറൻറ്റ് കോട്ടയ്ക്കൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ നാസിർ കെയും സുഹൃത്തുക്കളും ചേർന്നാണ് നടത്തുന്നത്. വിവിധ മന്തി, റൈസ് ഐറ്റംസ്, പൊറോട്ട തുടങ്ങിയവയ്ക്ക് പുറമെ സ്വാദിഷ്ടമായ മീൻ വിഭവങ്ങളും ഒട്ടേറെ വൈവിധ്യമാർന്ന വ്യത്യസ്തമായ സാലഡുകളും ജ്യൂസുകളും ഡെസേർട്ടുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മീൻ തൂക്കിയെടുക്കുന്നിടത്ത് മുതൽ അടുക്കളയിലും കസ്റ്റമേഴ്സായി ഇടപെടുന്നതിലും എല്ലാം ഉടമസ്ഥരുടെ നേരിട്ടുള്ളൊരു മേൽനോട്ടം, ഭക്ഷണത്തിൻ്റെ സ്വാദും അതിനോടൊപ്പം നമ്മുടെ ഒരു ആസ്വാദ്യതയും ക്വാളിറ്റിയും ഒക്കെ ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേയിൽ വച്ചിട്ടുള്ള അമോർ, ഞണ്ട്, കൊഞ്ച്, ബാസ, ചെമ്പല്ലി, കല്ലുമാക്കായ തുടങ്ങി ഒരുപാട് മത്സ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് പാകം ചെയ്തു തരുന്നു എന്നൊരു പ്രത്യേകത കൂടി സമക്കിനുണ്ട്. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്ന് തൃശ്ശൂർ ഹൈവേയിൽ 1/2 കിലോമീറ്റർ ചെന്നാൽ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം കാണാം. അതിന് എതിർവശത്തായിട്ടാണ് സമക് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊത്ത് എത്തിച്ചേരേണ്ട ഒരിടം തന്നെയാണ് കോട്ടയ്ക്കൽ സമക്. കേരളത്തിന് പുറത്ത് പോണ്ടിച്ചേരിയിലും ഗുരുവായൂരിനടുത്ത് ചാവക്കാടും നിലവിൽ 2 ശാഖകളാണ് സമക്കിനുള്ളത്. എത്രയും വേഗം കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം എത്തിപ്പെടാൻ ഇടയാകട്ടെ. നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ അവസാനമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ഐറ്റം ഭയങ്കര വെറൈറ്റി സംഭവമാണ്. ഞാൻ കാണിക്കട്ടെ എന്താ സംഭവം. ഇതാ ഒരു ബക്കറ്റാണ്. ഈ ബക്കറ്റ് നിറയെ ഫിഷ്. ഇതാണ് ബക്കറ്റ് ഫിഷ്. നമ്മുടെ സമക് റെസ്റ്റോറൻറ്റിലേക്ക് ആളുകൾ തള്ളിക്കയറാനുള്ളൊരു പ്രധാന കാരണമാണ് ഇതാ ഈ ബക്കറ്റ് ഫിഷ്. ഇതിൽ ചെമ്മീൻ, കല്ലുമക്കായ, കൂന്തൽ, ഞണ്ട്, ഇതെല്ലാം ഒരു സ്പെഷ്യൽ ഗ്രേവി, പിന്നെ പൊറോട്ട കൂട്ടിയാണ് ഇത് സെർവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം അതൊക്കെ. അടുത്തൊരു ഐറ്റമാണിത്, ടവർ ജ്യൂസ്. ഇതിൽ ആപ്പിള്, ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ടവർ ജ്യൂസ് ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ടവർ ജ്യൂസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് പറഞ്ഞാൽ 3.5 ലിറ്ററാണ്. കേട്ടില്ലേ? 3.5 ലിറ്റർ ജ്യൂസാണ് ഇതിലുള്ളത്. ഇതിന് എത്ര അറിയും? നമുക്ക് 520. ഇതൊക്കെയുള്ളത് മീൻസ് നമുക്ക് ആപ്പിൾ വരുന്നുണ്ട്, മുസമ്പി, ലൈമ്, മിന്റ്, പിന്നെ സോഡ, കൂൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ. ഫിഷ് മാംഗോ കറി, ഫിഷ് കുമരകം കറി, ഓക്കെ. ഇത് ഫിഷ് മോളി, ഡ്രാഗൺ ഫിഷ് ആണ്. ഇത് പൈനാപ്പിൾ ഹണി മിന്റ് സലാഡാണ്. ഇത് അറബിക് സലാഡ്. അപ്പോൾ കണ്ടില്ലേ, ഈ വിഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടാനുള്ളത്. അതായത് ഫിഷിൻ്റെ എന്താ പറയുക, ഒരു പെരുമഴക്കാലമാണ് ഇവിടെ. ഇതുവരെ ഷൂട്ട് ചെയ്തിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഭയങ്കര രുചിയാണ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല, അത്രയും സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സീ ഫുഡിനെ ഇത്രയും ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളത് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ
നമ്മളിവിടെ ഉണ്ടാക്കിയ ഫുഡെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു. അതുപോലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ കറങ്ങി കണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുമല്ല ഒത്തിരി വെറൈറ്റീസാണ് ഇവിടെ. ഫിഷിൻ്റെ ദുബൈയിലൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന പോലെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ ഇവരൊരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊച്ചിയിലേക്കും ഇവർ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇവർ ഇതിനോടൊപ്പം തന്നെ അവിടത്തേക്കുള്ള ഇതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ കോട്ടക്കൽ വഴി ഇത് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമേതം ഇവിടെ വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അത് വളരെ അത്ര ടേസ്റ്റി ഫുഡാണ്, അത്രയും വെറൈറ്റീസ് ഉണ്ട്. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്